ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരൻ അബൂ ഖത്തൽ കൊല്ലപ്പെട്ടതിനെ കുറിച്ചിട്ട് സാറിന് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? അബൂ ഖത്തൽ കൊല്ലപ്പെട്ടു. അബൂ ഖത്തൽ കൊല്ലപ്പെട്ടത് കൂടാതെ മറ്റ് 25ഓളം പേർ കഴിഞ്ഞ 2020 മുതൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ യാദൃശ്ചികമെന്ന് പറയാം, നമുക്ക് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അതിന് ഈ അബൂ ഖത്തൽ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ അബൂ ഖത്തൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് അജ്ഞാതരുടെ ആക്രമണത്തിലാണ്. ഈ അജ്ഞാതർ എന്ന് പറഞ്ഞാൽ അത് വെറും ആരെങ്കിലും പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് വെടിവെച്ചു പോകുന്നതല്ല, വളരെ മെറ്റിക്കുലസ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. അതിൽ ഈ അബൂ ഖത്തലിന് അവിടെ വലിയ സുരക്ഷയുണ്ട്. 3ഓളം SUVകളാണ് അദ്ദേഹത്തെ സഞ്ചരിക്കുന്നത്. അതിൽ നടുക്കത്തെ SUVയിലാണ് ഇയാൾ ഉണ്ടാവുക. ഇയാൾക്ക് പാക് സൈനികൻ്റെ കൂടി സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ SUVകൾ, ഈ 3 SUVകൾ പോകുന്നതിനിടക്ക് ഒരു 8-10ഓളം വരുന്ന ബൈക്കുകൾ വരുന്നു. ആ ബൈക്കുകളിൽ ഒരു ബൈക്ക് ഈ ആദ്യത്തെ വണ്ടിയുടെയും ഈ പറയുന്ന അബൂ ഖത്തൽ സഞ്ചരിക്കുന്ന വണ്ടിയുടെയും ഇടയിലോട്ട് കയറുന്നു. ആ ഇടയിലോട്ട് കയറി കുറച്ചുകൂടി സ്പീഡ് കൂട്ടുന്നു, മറ്റു വണ്ടിയുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നു. ആ വർദ്ധിപ്പിക്കുന്ന സമയത്താണ് ഈ സൈഡിലൂടെയുള്ള തോക്കുധാരികളായിട്ടുള്ള ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന 2 വീലർ സഞ്ചരിച്ചിരുന്ന ആളുകൾ അവർ അബൂ ഖത്തലിൻ്റെ ഡ്രൈവറിനെയും ഈ അബൂ ഖത്തലിനെതിരെ വെടിയുതിർക്കുന്നു. ആ നിരന്തരമായി വെടിയുതിർക്കുന്നു. വെടിയുതിർക്കുന്നതിൽപ്പെട്ട് അബൂ ഖത്തലിൻ്റെ അംഗരക്ഷകനും അതുപോലെ തന്നെ അബൂ ഖത്തലും തൽക്ഷണം മരണമടയുന്നു. അപ്പോൾ ബാക്കിലൂടെ വരുന്ന വണ്ടി നിർത്തി അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി എന്താണ് പ്രശ്നമെന്ന് നോക്കി വെടിവെക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിൻ്റെയും ബാക്കിൽ വന്നിട്ടുള്ള ബൈക്കുകളിൽ നിന്ന് വെടിയുണ്ട് എതിർക്കുന്നു. സോ അവരുമൊക്കെ പരിഭ്രാന്തരാകുന്നു. ഇത് വളരെ മെറ്റിക്കുലസ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇത് അബൂ ഖത്തൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹാഫിസ് സെയ്ദിൻ്റെ, അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡായിട്ടുള്ള ഹാഫിസ് സെയ്ദിൻ്റെ മരുമകനാണ്. ലാഹോറിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ജലം എന്ന് പറയുന്ന ജില്ലയിൽ വെച്ചിട്ട് വളരെ തിരക്കേറിയ റോഡിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ നമുക്കറിയാം, ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞു 2020 മുതൽ പാകിസ്ഥാൻ്റെ തെരുവുകളിൽ വെച്ച് 25ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലാസ്റ്റത്തെ 3 കൊല്ലം എടുത്താൽ ഏതാണ്ട് 13ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ കഴിഞ്ഞ 3 കൊല്ലത്തിനിടക്ക് നമുക്കറിയാം, ഇപ്പോൾ കാനഡയിൽ വെച്ചിട്ട് നിജ്ജാർ അടക്കമുള്ള ആളുകളുടെ കൊലപാതകം നിങ്ങൾ ഓർമ്മയുണ്ടാവും. അത്തരത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദികളും അവരുമായി ബന്ധപ്പെട്ടുള്ളതായിട്ടുള്ള 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലപ്പെട്ടതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ എന്ന് പറയുന്ന ഇൻ്റലിജൻസ് ഏജൻസി, അവർ മൊസാദുമായും CIA-യുമായൊക്കെ നല്ല ബന്ധത്തിലാണ്. റഷ്യയുടെ ചില ഏജൻസികളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ്. അപ്പോൾ അവരിൽ നിന്നെല്ലാം ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടൊരു മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്, BJP സർക്കാരാണെന്നുള്ളത് പറയാതെ വയ്യ. 2014 വരെ ഇന്ത്യക്കെതിരെയുള്ള ഏതെങ്കിലും ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മറ്റു രാജ്യങ്ങളിൽ ചെന്ന് സുഖമായി ജീവിക്കാമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയല്ല ഉള്ളത്. പകരം മറ്റേതൊരു രാജ്യത്തു നിന്നും സുഖമായി അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിലാക്കി കൊടുത്ത ആളുകൾ കൊല്ലാൻ പറഞ്ഞു വിട്ടവരിൽ ഇന്ത്യക്കാരായ ആരും ഉണ്ടായിട്ടില്ല. കാരണം അത് അജ്ഞാതരായിട്ടുള്ള ആളുകളാണ്. ആ അജ്ഞാതർ എന്ന് പറയുന്നത് ഇവരുടെ ഇടയ്ക്കുള്ള ചില ഗ്രൂപ്പുകളൊക്കെ തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അത് UAE-യിൽ വെച്ചും ബ്രിട്ടനിൽ വെച്ചും മറ്റ് നിരവധി സ്ഥലങ്ങളിൽ വെച്ചുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ സാധാരണ നേരത്തെ നമുക്കറിയാം ഇസ്രായേലും അതുപോലെ അമേരിക്കയും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടികളൊക്കെ കൈക്കൊണ്ടതെങ്കിൽ ഇന്ത്യയും അതേപോലെ ഒരു രാഷ്ട്രമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഇന്ത്യക്ക് നേരിട്ട് പങ്കൊന്നുമില്ല, കാരണം ഇതൊക്കെ അജ്ഞാതരുടെ ആക്രമണങ്ങളാണ് എന്നുള്ളതാണ് വാസ്തവം. സാർ, ഇത്തരത്തിലുള്ള ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സർക്കാർ നൽകുന്ന സംരക്ഷണം അത് എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്ത് ഒരു രാജ്യവും തോക്കാത്ത പോലെ ഇന്ത്യയുടെ മുമ്പിൽ തോറ്റുപോയൊരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ ആക്രമിച്ച് കയറിയതിന് ശേഷം പാക്കിലെ മേജർ ജനറൽമാരടക്കമുള്ള ആളുകൾ ആയുധം വെച്ച് ഇന്ത്യൻ പട്ടാളക്കാർക്ക് മുന്നിൽ കീഴടങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ കീഴടങ്ങിയതിൽ പോലും പാകിസ്ഥാൻ്റെ ചൊറിച്ചിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയെ പിന്തുണക്കുന്നതും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നതും ഇന്ത്യയിൽ വിൽക്കാനുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നതുമൊക്കെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനാകെ താറുമാറായിപ്പോയൊരു രാഷ്ട്രമാണ്. ഇപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സൈന്യം ഭരിക്കുന്നുണ്ട്. ആ സൈന്യം ഭരിക്കുന്നു, അല്ലെങ്കിൽ ഷഹബാസ് ഷരീഫ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ രാജ്യത്ത് അങ്ങേയറ്റത്തെ അരാജകത്വമാണ്. എന്ന് പറഞ്ഞാൽ 1 കിലോ അരിക്ക് 500 രൂപ എന്നുള്ള ലെവലിലൊക്കെയാണ് അവിടുത്തെ വിലക്കയറ്റം എത്തിയിട്ടുള്ളത്.
കൂടാതെ അവർ തന്നെ ഇതുപോലെ തേനും പാലും കൊടുത്ത് വളർത്തിയിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും അവർക്ക് തന്നെ വലിയ തലവേദനയായിട്ടുണ്ട്. ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയെ അവർ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ തലവനായിട്ടുള്ള ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാൻ തന്നെ അവിടെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതിനവർ പറയുന്നൊരു കാര്യം 2002 മുതൽ ലഷ്കർ ഇ തോയ്ബ അവിടെ നിരോധിക്കപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും അവരെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എപ്പോഴും പുറത്തിറങ്ങിയൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അദ്ദേഹവും കൂടി കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വന്നത്. ഇതൊക്കെ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവ് ഇമ്രാൻഖാനാണ്. അദ്ദേഹത്തെ തന്നെ തടവിലിട്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയുള്ള വലിയ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം പാകിസ്ഥാനിലുള്ള താലിബാൻ, നേരത്തെ താലിബാനെ വളർത്തിയതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ബോർഡറുകളിലും അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറുകളിലുള്ള മദ്രസകളിൽ വിദ്യാഭ്യാസം കൊടുത്താണ് അവിടെയുള്ള ആളുകളിലേക്ക് വിഷം കുത്തിവെച്ചതൊക്കെ തന്നെ. ഇപ്പോൾ ബസ്ബാസൂരിന് മറ്റേ വരം കൊടുത്തതുപോലെ അതിപ്പോൾ പാകിസ്ഥാനിന് തലവേദനയെ മാറിയിരിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ, ഏതാണ്ട് 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 100-ലധികം വരുന്ന പാകിസ്ഥാൻ സൈനികരെ ഈ പറയുന്ന ഖൈബർ പഷ്തൂൺ ഏരിയകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ താലിബാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനൊക്കെ തന്നെ ഏതൊരു ഭരണാധികാരിയും അറിയേണ്ടത് ഇത്തരത്തിലുള്ള വിഷസർപ്പങ്ങളെ പാലും തേനും കൊടുത്തൊക്കെ നമ്മൾ വളർത്തിയാൽ ഏറ്റവും ഒടുവിൽ അവർ നമ്മളെ തന്നെ ആഞ്ഞു കൊത്തും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉള്ളതായിട്ടുള്ള സുവർണക്ഷേത്രത്തിൻ്റെ അറ്റാക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ ആ സുവർണക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള സൈനിക നടപടികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ തന്നെയാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ വധത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സിഖ് തീവ്രവാദം വളരുന്നതിന് ചെറിയ തോതിലുള്ള സംഭാവനകൾ അല്ലെങ്കിൽ അതിനോട് കണ്ണടക്കലൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതൊക്കെ തന്നെയാണ് പിന്നീട് അവരുടെ ജീവനെടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ തിരിഞ്ഞത്. അപ്പോൾ ഏത് ലോകത്തെവിടെയും ഇത്തരത്തിൽ ആദ്യം നമ്മൾ ഈ വിഷസർപ്പങ്ങളൊക്കെ പാല് കൊടുത്ത് വളർത്തിയാൽ അത് വലിയ തോതിലുള്ള പ്രശ്നമാകും എന്നുള്ളത് ചരിത്രം എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. താലിബാനെ ഏറ്റവും ആദ്യം അമേരിക്ക ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സെനറ്റർ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റെക്കോർഡിക്കലി തന്നെ സെനറ്റിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പിന്നീട് അവർക്ക് തന്നെ പാരയാകുന്ന ഒരവസ്ഥയാണുള്ളത്. അത് തന്നെയാണ് പാകിസ്ഥാനിലും കാണുന്നത്. അല്ലാതെ ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. സർ, പാകിസ്ഥാനിലെ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ത്യ വിരുദ്ധ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ പ്രചരിപ്പിക്കുന്നത്? അല്ല, അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ മിക്കവാറും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് അവിടെയുള്ള രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു പൊതുശത്രുവിനെ സൃഷ്ടിക്കുകയും ആ പൊതുശത്രുവിനെതിരെ പ്രചരണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗസയിലുണ്ടായിട്ടുള്ള ഹമാസ് തീവ്രവാദികൾക്കെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഇസ്രായേൽ ഭരണകൂടത്തിന് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ രാജ്യങ്ങളിലും സാധാരണയായി സംഭവിക്കാറുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇറാനിൽ അവരുടെ തന്നെ ചെയ്തികൾ കൊണ്ട് വലിയ തോതിലുള്ള ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഉണ്ടാക്കുന്ന പ്രക്ഷോഭങ്ങളാണെന്നുള്ളതാണ്. ഇതെല്ലാ ലോകത്തെ രാജ്യങ്ങളിലൊക്കെ തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ പാകിസ്ഥാനിൽ ഇതിൻ്റെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവിടെയുള്ള ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിക്കും ഈ സവാളക്കും അതുപോലെ തന്നെ അരിക്കും ഒക്കെയുള്ള വില എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഇരട്ടിയാണ്. കേരളത്തിലുള്ളതിനേക്കാളൊക്കെ 10 ഇരട്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നു, വലിയ ദുരിതപൂർണമായ ജീവിതം ഉണ്ടാകുന്നു, മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നടക്കുന്നു, ഇത്തരത്തിൽ കൃത്യമായ ഭരണം നടക്കുന്നില്ല. ഭരണം നടത്തുന്നവരൊക്കെ തന്നെയാണെങ്കിൽ അവരുടെ രാജ്യം തന്നെ എങ്ങനെ കൊള്ളയടിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ ഒരു പരിധിവരെ ഒരു ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിനൊക്കെ സഹായിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് നേരത്തെയൊക്കെ. പക്ഷേ ഇപ്പോൾ ആ സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ വലിയ ദുരിതത്തിലും ബുദ്ധിമുട്ടിലായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഹാഫിസ് സയ്യിദിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അബൂ ഖത്തറിനെയൊക്കെ പോലെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടാൽ പോലും അവിടുത്തെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിപത്തിയോ ഇവരോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. വളരെ ചെറിയ ശതമാനത്തിന് മാത്രമേ അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം അവിടെയുള്ള ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, അവരുടെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ ഈ പറയുന്ന തീവ്രവാദികൾക്ക് ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പോലും മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ മോദി ഭരിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ ഏതോ ആളുകളൊക്കെ പറയുന്ന രീതിയിലുള്ള ചില കമൻറ്റുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് അങ്ങേയറ്റം മടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രചരണം ഒക്കെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതിനു വേണ്ടി തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, ഇന്ത്യ വിരുദ്ധതയൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊന്നും വിലപ്പോകുന്നൊരു ലെവലിലല്ല ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാൻ ഒരു രാജ്യമെന്നുള്ളതിലൊക്കെ അങ്ങേയറ്റം തകർന്നിരിക്കുന്നു. അതിനിപ്പോൾ ഛിന്നഭിന്നമായി പോകാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.